ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പുനർജന്മം. രാധാകൃഷ്ണ. വി രാധാകൃഷ്ണ, ആന്ധ്രയിലെ കുപ്പം സ്വദേശി. ഭഗവാനെ കാണുമ്പോൾ രാധാകൃഷ്ണന് പ്രായം 60. കുടുംബസഹിതമാണ് ഭഗവത് ദർശനത്തിന് വന്നത്. അന്ന് മകൾ വിജയകുമാരിക്ക് 18 വയസ്സ്, അവിവാഹിത. രാധാകൃഷ്ണന് വളരെ പഴകിയ കടുത്ത കുടൽപുണ്ണാണ് രോഗം. വേദന ഇല്ലാത്തൊരു നിമിഷം പോലുമില്ല. ചികിത്സകളൊക്കെ പരാജയപ്പെട്ടു. മരണത്തിന്റെ നൂൽപാലത്തിലൂടെ പോകുമ്പോഴാണ് ഭഗവാൻ ബാബയെക്കുറിച്ച് കേട്ടത്. വളരെ പ്രതീക്ഷയോടെ ആ കുടുംബം പർത്തിയിലെത്തി. ദസറ കാലം 1953. സാമാന്യം നല്ല തിരക്കുണ്ട്. എങ്ങനെയോ ഒരു മുറി കിട്ടി. കുടുംബക്കാർ ദർശനത്തിന് പോയപ്പോൾ വേദന സഹിച്ച് രാധാകൃഷ്ണ മുറിയിൽ കിടന്നു. ഒരു പ്രാവശ്യം ഭഗവാനെ കാണാൻ തരപ്പെട്ടു. തൊഴുകയോടെ കണ്ണീർ തൂകി രാധാകൃഷ്ണ പ്രാർത്ഥിച്ചു. ഈ വേദന അനുഭവിക്കുന്നതിനേക്കാൾ എനിക്ക് മരണമാണ് സ്വാമി നന്ന്. ഭഗവാൻ പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം രാധാകൃഷ്ണന്റെ ബോധം മറഞ്ഞു. മരണപരാക്രമം കാണിക്കാൻ തുടങ്ങി. ഭാര്യയും മക്കളും പേടിച്ചു വിറച്ചു. ഭാര്യ ഭഗവാന്റെ സമീപത്തേക്ക് ഓടി. വിവരങ്ങൾ അറിഞ്ഞ് സ്വാമി രാധാകൃഷ്ണനെ കാണാനെത്തി. രാധാകൃഷ്ണ ബോധം വിട്ട് കിടക്കുന്നു. ഭഗവാൻ അരുളി, പരിഭ്രമിക്കണ്ട, എല്ലാം ശരിയാകും. അന്നു രാത്രി അങ്ങനെ കഴിഞ്ഞു. നേരം പുലർന്നു. രാധാകൃഷ്ണന് ബോധം തെളിഞ്ഞിട്ടില്ല. ബന്ധുക്കളിൽ ഒരാൾ ഒരു നഴ്സിനെ കൊണ്ടുവന്നു. അവർ നാടി പിടിച്ചു നോക്കിയിട്ട് ഇനി കൂടുതൽ പ്രതീക്ഷിക്കേണ്ടെന്ന് അറിയിച്ചു. അതോടെ കുടുംബക്കാർ വല്ലാത്ത അവസ്ഥയിലായി. 1 മണിക്കൂർ കഴിഞ്ഞു കാണും. രാധാകൃഷ്ണൻ 3 പ്രാവശ്യം ശ്വാസം ദീർഘമായി വലിച്ചു. അതോടെ എല്ലാം നിശ്ചലമായി. താമസിയാതെ ശരീരം തണുത്തു. വിവരം സ്വാമിയെ ധരിപ്പിക്കാനായി വിജയമ്മയും അമ്മയും ഓടിച്ചെന്നു. ഭഗവാൻ ഭോജനശാലയിലായിരുന്നു അപ്പോൾ. അവർ ഭഗവാനെ വിവരം അറിയിച്ചു. ചിരിയായിരുന്നു മറുപടി. കുറച്ചു കഴിഞ്ഞ് സ്വാമി മുറിയിലെത്തി. രാധാകൃഷ്ണന്റെ ശരീരം കണ്ടു. ഒന്നും പറയാതെ തിരിച്ചുപോയി. ഒരു നിർദ്ദേശവും ആർക്കും കൊടുത്തില്ല. 2-ാം ദിവസമാണ് ഈ സംഭവം നടന്നത്. അടുത്ത രാത്രിയായി. എല്ലാവരും കാത്തിരുന്നു. ജീവന്റെ ഒരു ലക്ഷണവും രാധാകൃഷ്ണന് ഇല്ല. ഭഗവാന്റെ പരിഭ്രമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന വാക്കിലായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ. സ്വാമി എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുടുംബം കാത്തിരുന്നു. പക്ഷേ സ്വാമി മൗനം തുടർന്നു. 3-ാം ദിവസം ശരീരം കറുത്തു. ദുർഗന്ധം വന്നു തുടങ്ങി. ആശ്രമാധികാരികൾ രാധാകൃഷ്ണന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി സാഹചര്യത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തി. ഇദ്ദേഹം മരിച്ചിട്ട് ദിവസങ്ങളായി. ശരീരം ഉടൻ തന്നെ മറവു ചെയ്യണം. ഇനിയും വൈകിയാൽ പോലീസുകാർ ഇടപെടും. ആശ്രമത്തിന് തന്നെ മോശപ്പേരാകും. സ്വാമി പറഞ്ഞാൽ അതു ചെയ്യാം, അല്ലാതെ സാധ്യമല്ല. ഭാര്യയും ബന്ധുക്കളും മക്കളും ഈ അഭിപ്രായത്തിൽ ഉറച്ചുനിന്നു. ചിലർ സ്വാമിയെ ഈ വിവരം അറിയിച്ചു. ശരീരം ഇവിടെ മറവു ചെയ്യുകയോ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുകയോ ചെയ്യണമെന്നും അവർ സ്വാമിയോട് പറഞ്ഞു. ദുർഗന്ധം വമിച്ചു തുടങ്ങിയ വിവരവും അറിയിച്ചു. നമുക്ക് നോക്കാം എന്ന മറുപടിയിൽ സ്വാമി എല്ലാം ഒതുക്കി. ഇതിനിടയിൽ ശ്രീമതി രാധാകൃഷ്ണന് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. അവർ ഭഗവാനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പേടിക്കണ്ട, മറ്റുള്ളവരുടെ വാക്കുകളൊന്നും നീ ശ്രദ്ധിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അവർ ഉടൻ മടങ്ങി. മക്കളും ബന്ധുക്കളും ആ ശരീരത്തിനടുത്ത് കാവലിരുന്നു. സ്വാമി ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയിലാണവർ. 1 മണിക്കൂർ കഴിഞ്ഞു കാണും. ഭഗവാൻ വരുന്നതിന്റെ സൂചന കിട്ടി. രാധാകൃഷ്ണൻ മരിച്ചിട്ട് അന്ന് 3-ാം ദിവസം. ഉച്ച തിരിഞ്ഞിരിക്കുന്നു. 2:30 മണി. ബാബ ശരീരത്തിന്റെ അടുത്തെത്തി. ഭാര്യയും മക്കളും പൊട്ടിക്കരഞ്ഞു. സ്വാമി എല്ലാവരോടും മുറിക്ക് പുറത്തു പോകാൻ കൽപ്പിച്ചു. എല്ലാവരും പുറത്തിറങ്ങി. ഭഗവാൻ വാതിലടച്ചു. ഉദ്വേഗം മുറ്റിനിന്ന നിമിഷങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഏതാനും സമയം കഴിഞ്ഞു. വാതിൽ തുറന്ന് ഭഗവാൻ രാധാകൃഷ്ണന്റെ ഭാര്യയെയും മക്കളെയും അകത്തേക്ക് വിളിച്ചു. മുറിക്കകത്ത് കടന്ന അവർ അന്തം വിട്ടുപോയി. രാധാകൃഷ്ണൻ കിടക്കയിൽ പുഞ്ചിരിയോടിരിക്കുന്നു. രാധാകൃഷ്ണന്റെ തലയിൽ തട്ടിക്കൊണ്ട് സ്വാമി പറഞ്ഞു, സംസാരിക്കൂ, അവരെല്ലാം നിന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്തിനു വിഷമം? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, രാധാകൃഷ്ണൻ പറഞ്ഞു. ഭഗവാൻ ശ്രീമതി രാധാകൃഷ്ണനോട് പറഞ്ഞു, ഇതാ ഭർത്താവിനെ നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. അയാൾക്ക് ചൂടുള്ളത് വല്ലതും കുടിക്കാൻ കൊടുക്കൂ. 1/2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം ഭഗവാൻ മടങ്ങി. പിറ്റേന്ന് രാധാകൃഷ്ണൻ ഭജനയിൽ പങ്കെടുത്തു. സകല രോഗങ്ങളും മാറി. നിറഞ്ഞ ഭക്തിയോടെ രാധാകൃഷ്ണൻ പർത്തിയിൽ നിന്ന് മടങ്ങി. പിന്നീട് രാധാകൃഷ്ണനോട് മരണാനുഭവത്തെ പറ്റി ഭക്തജനങ്ങൾ തിരക്കി.
എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നത് അതേ ദിവസം തന്നെ എന്നായിരുന്നു എന്റെ ധാരണ. 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഭാര്യയും മക്കളും പറഞ്ഞാണ് അറിഞ്ഞത് തന്നെ. തൊഴുകൈകളോടെ രാധാകൃഷ്ണൻ തുടർന്നു. സ്വാമി ഈശ്വരനാണ്. സ്വാമിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഭഗവാൻ ബാബയുടെ ഈ അരുൾമൊഴി മറക്കാതിരിക്കൂ. എനിക്ക് എന്തു ചെയ്യാനും സാധിക്കും. വേണ്ടി വന്നാൽ ഒരു അത്ഭുതത്തിലൂടെ നിന്നെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ എന്നിൽ നീ ശരണാഗതനാകണം. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ശരണാഗതിയിലേക്കുള്ള പാതയാണ് ചിട്ടയോടുകൂടിയ ഭഗവത് സ്മരണയോടുകൂടിയ ജീവിതക്രമം. ഓം തത്സത്ത്.